ഹലോ ഗായ്സ്, ഹലോ. വെൽക്കം ടു മിൽജ വ്ളോഗ്സ്. ഇന്ന് വന്നിരിക്കുന്നത് ലണ്ടനിൽ തന്നെയുള്ള ഒരു ഹിഡൻ പ്ലേസ് ആണ്. നാമ കനാലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ, അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. എന്തെന്നത്, എന്ത് സാധനമാണ്? ബ്ലാക്ക് കറണ്ട് അല്ല, റെഡ് ആണോ? റെഡ് ബെറി ആണോ? ബ്ലാക്ക് ബെറി ആണല്ലേ? ബ്ലാക്ക് ബെറി. എന്താണ് ബ്ലാക്ക് ബെറി? മുള്ളുണ്ട്, അതിൽ മുള്ളുണ്ട്. കഴിത്തര. എങ്ങനെയുണ്ട് ഫെലി? സൂപ്പറാണോ? കഴിച്ചിട്ടില്ലേ? ഇതെന്താണെന്ന് അറിയാമോ? എന്നാ അതിന്റെ പേരെന്താ? ബ്ലാക്ക്ബെറി. അങ്ങനെ ാണ് ഫെലിമോള് പഠിക്കുന്ന സ്കൂള്. ഇന്ന് നമുക്ക് മുകളിൽ കയറിയിട്ട് നോക്കാമല്ലോ. മുകളിൽ ഇതേ ഒരു ട്രെയിൻ വരുന്നുണ്ട്, അവിടെ നിന്ന് കാണാം നമുക്ക്.
ഓക്കെ, നമ്മളിപ്പം ഇന്ന് വന്നിരിക്കുന്നത് ലണ്ടനിൽ തന്നെയുള്ള ഒരു ഹിഡൻ പ്ലേസ് ആണ്. അധികം ഓരോ അങ്ങനെ അധികം വരാത്ത ടൈപ്പ് ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഫെലിമോളുണ്ട്, മിൽഡ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം ഇന്ന് ഫെലിമോളെ നമ്മൾ ഇതുപോലെ ബന്ധിപ്പിച്ചിട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സാധനം, ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ UK കൂടുതലും ഈ കിഡ്സിനെ ഇതേപോലുള്ളൊരു വയറായിട്ട് ബന്ധിപ്പിച്ചിട്ടിട്ടാണ് മാതാപിതാക്കൾ കൊണ്ടു നടക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇവർ ഭയങ്കര ഓട്ടക്കാരാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഇവർ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ പിടിക്കാൻ പറ്റത്തില്ല, പുറകെ ഓടാനൊന്നും പറ്റത്തില്ല. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമുക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടി, കുട്ടികൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. ഓക്കെ, ഇത് വളരെ നല്ലൊരു സംഭവമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം നമ്മളുടെ നാട്ടിലേക്കുണ്ട്. ബണ്ട് കെട്ടിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇത് ആക്ച്വലി. അതെ, അതായത് ഇത്രയും ഭാഗം വെള്ളം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഇത്രയും ഭാഗം വെള്ളം ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ആ സൈഡിലേക്ക് വെള്ളം കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ബോട്ടെല്ലാം കിടക്കുന്നത്, കണ്ടോ? ഓക്കെ, ഇതവർ പോകുമ്പോൾ ഈ ബണ്ട് തുറന്നിട്ട് ഇങ്ങോട്ട് ബോട്ടുകൾ പോകും. അതാണൊരു സിസ്റ്റം. നമ്മളുടെ എന്താ പറയുക, പനാമ കനാലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ, അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതെ, അവിടെ ആരാണ്ടൊക്കെ നിന്ന് വെള്ളമടിക്കുന്നുണ്ട് ബോട്ടിൽ. ഇവിടെ ആൾക്കാർ ബോട്ടിൽ താമസിക്കുന്ന സ്ഥലമാണ് ആക്ച്വലി മെയിനായിട്ട്. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇതൊരു സൈക്കിൾ പാത്താണ് ആക്ച്വലി. ഇതിലെ കൂടുതലും ആൾക്കാർ നടന്നല്ലെങ്കിൽ സൈക്കിളിനായി പോകത്തുള്ളൂ, അല്ലാതെ ബൈക്കോ കാറോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള വാഹനങ്ങൾ ഇതിൽ പാസ് ചെയ്യില്ല. എന്താണ്, ടയേർഡായാ? മമ്മി ടയേർഡായാ? എന്നിട്ട് ഇരിക്കണ ഫിലിമോളാണല്ലോ. ഓഹോ, ഇവിടെ എന്തോ ഒരു സ്കൾപ്ചർ പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ. എന്താണിത് സംഭവം എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ചരിത്ര പ്രാധാന്യമായിട്ടുള്ള എന്തെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതിനെപ്പറ്റി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. എനിവേ ബ്യൂട്ടിഫുൾ. എന്തുവാ? ഓ, ബേബി ആപ്പിൾ. അത് തിന്നാൻ പറ്റത്തില്ല. വീട്ടിൽ പോയിട്ട് കഴുകിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബേബി ആപ്പിൾ. ഇത് ആപ്പിൾ മരമാണ്. നമുക്ക് ആപ്പിൾ ഉണ്ടാകുമ്പോൾ ഒന്ന് പറിക്കാം കേട്ടോ മോളു. സ്പോട്ട് ചെയ്ത് വെച്ചേക്കാം നമുക്ക്. കുറേ പറിക്കാം നമുക്ക്. ആപ്പിൾ ഉണ്ടാവട്ടെ, അപ്പം പറിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലേക്ക് നീങ്ങി കിടക്കേ.
മതി അത് തന്നെ ഉണ്ടാവും. ഇവിടുത്തെ ബോട്ട് കണ്ടോ? ആ ബോട്ടിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടോ? ഇതിൻ്റെ മേളിൽ എന്താണെന്നറിയാമോ? ഇതിൻ്റെ മേളിൽ ഹൈവേ ആണ്, റോഡാണ്. ഇതിലെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക എൻ്റെ മേളിലൂടെ. യു ഹംഗ്രി? ഓക്കെ, ലെറ്റ്സ് ഈറ്റ് സംതിങ്. സി, ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബോട്ട്. ഈ ബോട്ട് ഓടാതെ കുറേ നാളായിട്ട് കിടക്കുവാണെന്ന് കണ്ടാൽ അറിയാം. നോക്കിയേ, എന്തോ ഒരു ലെറ്ററൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നുണ്ടോ? കനാൽ റിവർ ട്രസ്റ്റ്. അതായത് ഈ അനധികൃത പാർക്കിംഗ് എന്ന് പറയില്ലേ, നമ്മളുടെ റോഡിൽ വണ്ടികൾ ഇങ്ങനെ പാർക്ക് കഴിഞ്ഞാൽ ടിക്കറ്റ് അടിച്ച് തരത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഇതായിരിക്കുള്ളൂ. സോളാർ സിസ്റ്റമൊക്കെ ഉള്ള ബോട്ടാണ്. ഇതൊക്കെ എല്ലാം വർഷങ്ങളായിട്ട് എടുക്കാണ്ട് ഇട്ടിരിക്കുന്നതാണ് ഈ ബോട്ടൊക്കെ, കണ്ടാൽ അറിയാം. എന്തോരം ബോട്ടുകളാണെന്ന് നോക്കിയേ. ആ സൈഡിലും ഈ സൈഡിലും ഒക്കെ കിടക്കുന്ന ഈ ബോട്ടുകളൊന്നും എടുക്കാറേ ഇല്ല. എനിക്ക് തോന്നുന്നു ആ ബോട്ട് മാത്രം ഈ അടുത്ത് എപ്പോഴോ കൊണ്ടുവന്നിട്ടുള്ള ബോട്ടാണ്. അതിൻ്റെ അകത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആ, ഇപ്പം അവിടെ കണ്ടില്ലേ, അവിടെ 2 പേര് അവിടെ താമസിക്കും. അവിടെ തന്നെ ഫാമിലി ആയിട്ട് താമസിക്കുന്നതാണ്. ഇത് അതേപോലെ തന്നെയുള്ളൊരു എന്താ പറയുക, ഒരു ബോട്ട് കൾച്ചറാണ് ഇവിടെ തന്നെ. ഇതിൽ തന്നെ താമസിക്കാം. ഈ കാരവാനിൽ താമസിക്കുന്നുണ്ടല്ലേ എന്ന് പറയുന്ന പോലെ ഒരു ബോട്ട് കൾച്ചറാണ് ഇത്. അകത്തൊക്കെ നോക്കിയാൽ കാണാം, അകത്ത് പ്ലേറ്റ്സ്, ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടാ, ഫുഡ് ഐറ്റംസും എല്ലാം ഉണ്ടാവും. ആ, അതിൽ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. അതുകൊണ്ടിട്ട് നമുക്ക് അധികം അതെ, ഇപ്പം നിലവിൽ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. അതെ അതെ അതെ. പക്ഷെ ഇത് കണ്ടിട്ട് കുറേ നാളായിട്ട് യൂസ് ചെയ്യാത്തൊരു ബോട്ടാണിത്. ആണോ? ഈ ഇങ്ങനത്തെ ബോട്ടൊക്കെ നമ്മളുടെ നാട്ടിൽ വരുന്നതാ. യാച്ച് എന്ന് പറയത്തില്ലേ, ഇതിൻ്റെ അകത്തും താമസ സൗകര്യമുണ്ട്. ഇത് കുറച്ചും കൂടി ലക്ഷറി ടൈപ്പ് ബോട്ടാണ്. ഈ ബോട്ടിനാണ് ഇവിടെ നിന്ന് സെയിൽ ചെയ്തിട്ട് അവർ കൊച്ചിയിൽ വരും. അവിടെ നമ്മളെ ബോൾഗാട്ടി പാലസിൻ്റെ ഒക്കെ അവിടെയൊക്കെ ഇട്ടിട്ടുള്ളതുണ്ടല്ലേ, അതാണ് ആ ടൈപ്പ് യാച്ചാണ് ഈ കാണുന്നത്. കുറച്ചുകൂടി ലക്ഷറി ടൈപ്പാണ്. 5 മണിയായി ആണോ? അപ്പം ഇതിൻ്റെ അകത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പോഴും. ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇട്ടിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നതായിരിക്കാം. ഉണ്ടോ? കുഞ്ഞൻ ബോട്ടൊക്കെ ഉണ്ട്, ഒരൊറ്റ ഒരാൾക്ക് മാത്രം ട്രാവൽ ചെയ്യാൻ പറ്റിയ ബോട്ട് അല്ലേ? എവിടെ? ആ, ഓക്കെ ഓക്കെ. ഉണ്ടോ? ഇവിടെയൊക്കെ ആൾ താമസം ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരാൾ നടന്നു പോകണുണ്ടില്ലേ, അയാൾ ഈ ബോട്ടിലേക്ക് എങ്ങാണ്ടോ കയറിയേക്കണേ. അപ്പോൾ അയാളുടെ ബോട്ടായിരിക്കും ചിലപ്പോൾ അത്. അങ്ങനെ സ്ഥിരമായിട്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഉണ്ട്, ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇട്ടിരിക്കുന്ന ബോട്ടാണ്. പക്ഷേ ആൾക്കാർ താമസിക്കുന്നത് ഇതുണ്ട്, സോളാർ സിസ്റ്റവും ഒക്കെ ഉണ്ട്. ഇതിലേക്കുള്ള ഇലക്ട്രിസിറ്റി എങ്ങനെ വരുന്നതെന്നുള്ള ഇപ്പോൾ മനസ്സിലായില്ലേ? ഇവിടെ അവരൊക്കെ ഇരിക്കും. കക്കൂസയൊക്കെ പുറത്തുണ്ടോ? ഇവിടെ ഇരുന്ന് തപ്പി. കൂടുതലും ഇത് ബാറ്ററി ആണെന്ന് എനിക്ക് തോന്നുന്നു, ഈ ബോട്ടിലേക്കുള്ള ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ. സൈക്കിൾ വന്നിട്ട് സൈക്കിള്. സോറി മാൻ, അതെന്തോ അത്? സോറി. നൈസ്. എവിടെ ഞണ്ട് വിട്ട് കിടക്കുന്നു? ഒരു ഞണ്ടിൻ്റെ അസ്ഥിക്കൂടം. പണ്ടെങ്ങാനും അവിടെ നിന്ന് മരിച്ചുപോയ ഞണ്ടാണോ കൊഞ്ചാണോ എന്താണെന്നാവോ? താറാവ് പോയടെ. ഇനി ഉണ്ടാവും താറാവ് അങ്ങോട്ട് പോകുമ്പോൾ.
ഇവിടെ താറാവെന്ന് വിളിച്ചിട്ട് കാര്യമില്ല മോളൂ. താറാവിനെ എന്താ വിളിക്കണേ ഇംഗ്ലീഷില്? ഡക്ക്. ഇത് ഡക്ക് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും വർഗത്തിൽ പെട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവർ കമന്റ് ചെയ്യാം പ്ലീസ്. ഡക്കേ വാ പോവാം. നടന്നു 2 പേരും കൂടി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക. പാവം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്. അയ്യടാ പാവം. ഏത് ഇത് കണ്ടിട്ട് എന്തോ ഒരു ഹോട്ടൽ പോലെയുണ്ട്. ഏതോ ഒരു സ്റ്റാർ ഹോട്ടലോ ക്ലബ്ബോ അങ്ങനെ എന്തോ സംഭവമാണ് കണ്ടിട്ട്. അതെ. എന്ത് താറാവായിരിക്കില്ല, സ്വാനായിരിക്കും. ആ സൈഡിൽ ഘോര വനമാണ്. എന്താ എല്ലാം ഭംഗിയുള്ള പൂവല്ലേ? ആ ശരിയാണല്ലേ ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് UK-യിലുള്ള പുറമ്പോക്കാണ്. ഒരാളും താമസിക്കാത്ത പുറമ്പോക്ക് സ്ഥലം. അത് പറഞ്ഞിട്ട് ആരോ ചിരിച്ചല്ലോ. ഇതാണ് സ്വാനല്ലേ ഇത്? ഇത് ഇങ്ങോട്ട് വരുന്നുണ്ട്.